Hello everyone and welcome back to my channel. ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ സ്ക്വയറായിട്ട് മുറിച്ച തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും മസാലപ്പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തത്. അതിനുശേഷം വേണ്ടത് കുറച്ച് വൈറ്റ് സോസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് ആ മൈദയും ബട്ടറും ഒന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മൈദയുടെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നോർമലായിട്ട് നമ്മൾ പിസ്സയിൽ ചീസ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വൈറ്റ് സോസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ മൈദയും ബട്ടറും ഒക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദയുടെ ഈ മിക്സിലോട്ട് 1 കപ്പ് പാല് കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മൈദയും പാലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സോസ് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് പിസ്സ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ ടൊമാറ്റോ സോസിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിസ്സ സോസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 4 പീസ് ബ്രെഡാണ്. പിന്നെ വേണ്ടത് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചിക്കനും, പിന്നെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച് ടൊമാറ്റോ കെച്ചപ്പും, പിന്നെ ആ വൈറ്റ് സോസും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ബ്രെഡിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സോസിൻ്റെ അളവൊക്കെ ചേർക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ വൈറ്റ് സോസിൻ്റെ ആ മിക്സും കൂടെ ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. ഇപ്പം ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മഷ്റൂം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ആ ഒരു സോസിൻ്റെ മേളിലോട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കവും തക്കാളിയും പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനും എല്ലാം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം അങ്ങനെ നല്ലതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് തൂത്തിട്ട് ഈ ഉണ്ടാക്കി വെച്ച് ഈ പിസ്സ ഒന്ന് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് ഞാനിവിടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പം വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് വരും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.